Dear students, now we can discuss a lemma. Statement നോക്കാം. Given GCD of a, m equal to 1. എയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ്. ലെറ്റ് എഫ് ഈക്വൽ ടു എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് എം. ദെൻ എക്സ്പോണൻ്റ് ഓഫ് എ റൈസ് ടു കെ മോഡ് എം ഇസ് ഈക്വൽ ടു എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് എം ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് കെ എഫ്. In particular, exponent of a raised to k equal to exponent of a if and only if GCD of k, f equal to 1. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്. എയുടെ എക്സ്പോണൻ്റ് എഫ് ആണെങ്കിൽ എ റൈസ് ടു കെയുടെ എക്സ്പോണൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഫോർമുലയിൽ പറയുന്നത്. ഓക്കെ, അതായത് ഒരു നമ്പറിൻ്റെ എക്സ്പോണൻ്റ് അറിയാമെങ്കിൽ അതിൻ്റെ ഏത് പവറിൻ്റെ വേണമെങ്കിലും എക്സ്പോണൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് എക്സ്പോണൻ്റ് ഓഫ് എ റൈസ് ടു കെ ഈക്വൽ ടു എക്സ്. നമുക്ക് എ റൈസ് ടു കെയുടെ എക്സ്പോണൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. അൺനോൺ ആണല്ലോ, കണ്ടുപിടിക്കേണ്ട സാധനമാണ് എക്സ്. ലെറ്റ് എക്സ്പോണൻ്റ് ഓഫ് എ റൈസ് ടു കെ മോഡ് എം ഈക്വൽ ടു എക്സ്. So x is the least positive integer such that a raised to k whole raised to x congruent to 1 mod m. അല്ലേ, നമ്മുടെ എക്സ്പോണൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എ റൈസ് ടു എഫ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് എം ആകുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എഫിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് എം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സ്പോണൻ്റ് ആണ്? എ റൈസ് ടു കെയുടെ എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ എ റൈസ് ടു കെ ഹോൾ റൈസ് ടു എക്സ് കോൺഗ്രുവൻ്റ് ടു 1 ആകുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എക്സിനെയാണ് നമ്മൾ എക്സ്പോണൻ്റ് ഓഫ് എ റൈസ് ടു കെ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം എക്സ് ആയിരിക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വരികയാണ്. എ റൈസ് ടു കെ ഹോൾ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു കെ എക്സ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് എം. അടുത്ത സ്റ്റെപ്പിൽ 1ന് വരെ നമ്മൾ എ റൈസ് ടു 0 എന്ന് എഴുതുന്നു. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞതാണ്. എയുടെ 2 പവേഴ്സ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് ആ പവേഴ്സിനെ എന്ത് ചെയ്യാം? കോൺഗ്രുവൻ്റ് ആയിട്ട് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു മോഡ് എഫ്. ഓക്കെ, ഇവിടെ മോഡ് എം ആണെങ്കിൽ മോഡ് എഫ് എടുക്കുമ്പോൾ ആ പവേഴ്സ് പരസ്പരം കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതാണ് പവേഴ്സ്? കെ എക്സും 0യും. സോ കെ എക്സ് കോൺഗ്രുവൻ്റ് 0 മോഡ് എഫ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മോഡ് എം ആണ്, ഇവിടെ മോഡ് എഫ് ആണ്. നമ്മൾ ഓൾറെഡി ആ തിയറം പ്രൂവ് ചെയ്യുന്ന സ്ഥലത്ത് അത് പറയുന്നുണ്ട്. ഇനി 0ന് നമുക്ക് ജസ്റ്റ് കെ ഇൻറ്റു 0 എന്ന് എഴുതാമല്ലോ. എഴുതാം. കെ 0ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. കെ ഇൻറ്റു 0 എന്ന്, എം ഇൻറ്റു 0 എന്ന്, എഫ് ഇൻറ്റു 0 എന്ന് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ നമുക്ക് വേണ്ടത് കെ ഇൻറ്റു 0 എന്നുള്ള ഫോമിലാണ്. സോ കെ എക്സ് ഈസ് കോൺഗ്രുവൻ്റ് ടു കെ ഇൻറ്റു 0 മോഡ് എഫ് എന്ന് കിട്ടും. ഇനി 2 സൈഡിൽ നിന്ന് നമ്മൾ കെ ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ കെ ക്യാൻസൽ ചെയ്യുമ്പം ക്യാൻസലേഷൻ ലോ വെച്ചിട്ട് എന്താണ്? മോഡ് എഫിൻ്റെ താഴെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സാധനവും എഫും കൂടെയുള്ള ജി സി ഡി ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാൻസലേഷൻ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എ സി കോൺഗ്രുവൻ്റ് ടു ബി സി മോഡ് എം ആണെങ്കിൽ നമ്മൾ സി ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സി നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട സമയത്ത് എമ്മിൻ്റെ താഴെ ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് സി എം കൊടുക്കണം. ഓക്കെ, അല്ലാതെ അവിടെ നമ്മൾ ഡിവൈഡ് ബൈ സി ചെയ്ത് വയ്ക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് മാറ്റം വരിക? കെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡ് എഫ് ബൈ ജി സി ഡി ഓഫ് കെ എഫ് എന്ന് വരുന്നു. അതായത് എക്സ് കോൺഗ്രുവൻ്റ് 0 മോഡ് സംതിങ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ആ മോഡ് കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന സാധനം എന്താണോ അതിൻ്റെ, അല്ലേ? സോ എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എഫ് ബൈ ജി സി ഡി ഓഫ് കെ എഫ് എന്ന് കിട്ടും, അല്ലേ? ഇനി എന്തായിരുന്നു എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു കെയുടെ എക്സ്പോണൻ്റ് ആയിരുന്നു, അല്ലേ? അതായത് എക്സ് ഈസ് ദി ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സാറ്റിസ്ഫൈങ് 1. ആക്ച്വലി നമ്മൾ എഴുതിയേക്കുന്ന നമ്പർ ഇതാണ്. ആക്ച്വലി 1 ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി മറ്റേത് നമ്പർ 1 എന്ന് കൊടുത്തുകൊണ്ട് ഇതിന് നമ്പർ 2 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അത് നോട്ടിലതൊന്ന് തിരുത്തിക്കോണേ. ഇതിന് നമ്പർ 2 എന്ന് കൊടുത്തിട്ട് സാറ്റിസ്ഫൈങ് 2 എന്നാക്കണം കേട്ടോ ഇവിടെ. കാരണം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറാണ് എക്സ്, അല്ലേ? സിൻസ് എക്സ് ഈസ് ദി ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സാറ്റിസ്ഫൈയിങ് 2 ഇംപ്ലൈസ് എക്സ് ഈസ് ദി ലീസ്റ്റ് പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ്
എഫ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എവിടെയാണ് എൻഡ് ചെയ്തത്? എക്സിന് എഫ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷനിന് നമ്മൾ നമ്പർ 2 എന്നാണ് കൊടുത്തത്. സെക്കൻഡ് ഈ നമ്പർ 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറാണ് എക്സ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറും ആയിരിക്കും എക്സ്. അതായത് എഫ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫിൻ്റെ മൾട്ടിപ്പിൾ ആകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പറാണ് എക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് എക്സിന് എഫ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫ് എന്ന് പറയാൻ കാരണം എഫ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ. ഇപ്പോൾ എന്നിൻ്റെ മൾട്ടിപ്പിൾസ്, പോസിറ്റീവ് മൾട്ടിപ്പിൾസ് നമ്മൾ എങ്ങനെ എഴുതുക? എൻ, 2n, 3n, 4n എക്സെട്ര അങ്ങനെ എഴുതും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ n തന്നെയാണ്. അപ്പോൾ എഫ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ, പോസിറ്റീവ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫ് എന്ന് കിട്ടും. ഇനി എന്താണ് എഫ്? എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് എം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻ്റ് ഓഫ് എ മോഡ് എം ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് കെ കോമ എഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു.